പ്രിയപ്പെട്ടവർ, ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് പരമ ബോറ് പരിപാടിയാണ്. ഞാനല്ല, പ്രസിദ്ധ റഷ്യൻ കഥാകൃത്തായിരുന്ന ആൻറ്റൺ ചെക്കോവ് പറഞ്ഞിട്ടുണ്ട്. ചെക്കോവ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സംഗതി സത്യമാണ്. നമ്മൾ ദിവസേന പത്രം എടുത്ത് നോക്കുക, TV ചാനൽ ഓൺ ചെയ്ത് നോക്കുക, മനുഷ്യരെ തുടർന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വാർത്തകൾ അതിൽ വളരെ കുറവാണ്. വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള വാർത്തകളാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ, അതല്ലെങ്കിൽ പാലസ്തീനിൽ യുദ്ധഭീഷണി, അതുമല്ലെങ്കിൽ ബംഗ്ലാദേശിൽ പട്ടാള വിപ്ലവം, ഇങ്ങനെയുള്ള വാർത്തകളാണ്. ഇറാൻ യുദ്ധത്തിന് ഒരുങ്ങുന്നു. കേരളത്തിലാണെങ്കിൽ VD സതീശനും K സുധാകരനും തമ്മിലുള്ള പോര് മുറുകുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ എന്താണ് തെറ്റിദ്ധരുത്തലിൻ്റെ തിരക്ക്. എങ്ങനെ നോക്കിയാലും പരമ ബോറാണ്. ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ആകെ വായിക്കാൻ രസമുള്ളത് ഈ ചരമ പേജ് മാത്രമാണ്. അതല്ലാതെ സത്യത്തിൽ ഒന്നും വായിക്കാനില്ല. പിന്നെ അല്ലെങ്കിൽ ദേശാമാരുടെ മുഖപ്രസംഗം വായിക്കണം, അതും ഒരു തമാശയാണ്. അങ്ങനെ ഞാൻ നോക്കിയിട്ട് ജീവിക്കാൻ തന്നെ നിവൃത്തിയില്ല, പരമ ബോറായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും അങ്ങനെ വന്നാൽ എൻ്റെ സുഹൃത്ത് അനിൽ ഇമ്മാനുവൽ നടത്തുന്ന ഒരു ഓൺലൈൻ ചാനലിൽ കണ്ടതാണ്. മാധ്യമ സിൻഡിക്കേറ്റ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. നിങ്ങൾ ചിലരെങ്കിലും അത് കണ്ടു കാണുന്ന വിചാരിക്കും. കാണാത്തവരുടെ അറിവിലേക്ക് വേണ്ടി പറയാം. അത് പറയണേക്ക് മുമ്പ് ഒരു മുഖപുരയും കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഈ കേരളം കണ്ട ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരിൽ ഏറ്റവും രസികനാരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവുള്ളൂ. അത് കാലം ചെയ്ത മർത്തോമ വലിയ മെത്രാപ്പൊലീത്ത നമ്മുടെ മാർ ക്രിസോസ്റ്റമായിരുന്നു. അത് കഴിഞ്ഞാൽ കത്തോലിക്ക മെത്രാന്മാരിൽ ആരാണെന്ന് ചോദിച്ചാൽ മാർ ആൻ്റണി പടിയറയാണ്. അത്യുന്നത കർദിനാളായിരുന്ന, ചങ്ങനാശ്ശേരി ബിഷപ്പായിരുന്നു, പിന്നീട് കർദിനാളായി തീർന്ന ആൻ്റണി പടിയറയാണ്. പടിയറ ഫലിതങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെയുണ്ട്. ശരീരനായ ജില്ലാ ജഡ്ജി വർഗീസ് T. അബ്രഹാം എഴുതിയതാണ്. അങ്ങനെ ഒരു ഫലിത രസികനായിരുന്നു പടിയറ പിതാവ്. ഈ പടിയറ പിതാവിന് ശേഷം പിന്നെ കത്തോലിക്ക സഭയിലാകട്ടെ വേറെ ഏതെങ്കിലും സഭയിലാകട്ടെ ഒരു രസികനും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രായോഗികമായ ഫലിതങ്ങൾ കൊണ്ട് നമ്മളെ ചിരിപ്പിച്ച ഒരാൾ എന്ന് പറയുന്നത് ക്രൂരമാണെങ്കിൽ പോലും മേജർ ആർച്ച് ബിഷപ്പായിരുന്ന, പിന്നീട് കർദിനാളിൻ്റെ പ്രൊമോഷൻ കിട്ടിയ നമ്മുടെ വർക്കി പിതാവായിരുന്നു. മാർ വർക്കി വിധേയത്തിൽ പിതാവാണ് കേരളത്തിൽ മദ്യമുക്ത ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ഈ അജജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 25 ദിവസം നോമ്പ് പിടിച്ചു വന്നവൻ 26-ാം ദിവസം കള്ളു കുടിക്കരുത് എന്ന് പിതാവല്ല ആര് പറഞ്ഞാലും ശരിയാണ്. അതിലും വലിയ ആൾ പറഞ്ഞാലും ഒരു ഫലവുമില്ല. അതുകൊണ്ട് എന്ത് പറ്റുമോ വെച്ചാൽ ആ കൊല്ലം റെക്കോർഡ് വിൽപ്പനയായിരുന്നു ബിവറേജ് കോർപ്പറേഷൻ, ബാറിലുമൊക്കെ. അതാണ് വർക്കി പിതാവിൻ്റെ ഏറ്റവും വലിയ ഫലിതം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി മറക്കാൻ നിവൃത്തിയില്ല. അതായത് ഈ കത്തോലിക്ക സഭ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരെ നിയമിക്കുമ്പോൾ കോഴ വാങ്ങിക്കരുത് എന്നും അഭിവന്യ പിതാവ് അരുളിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തമാശകളുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ഇവിടെ വിസ്തരിക്കില്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട്. ഏതായാലും പടിയറ പിതാവിനെ വെട്ടുന്ന ഒരു ഫലിത രസികൻ, അല്ലെങ്കിൽ വർക്കി പിതാവിനേക്കാൾ വലിയ പ്രാക്ടിക്കൽ ജോക്കിൻ്റെ ഒരു ഉസ്താദ് കേരളത്തിൽ ഉദയം ചെയ്തിരിക്കുന്നത് അത് അഭിവന്യ ചങ്ങനാശ്ശേരി ബിഷപ്പ് മാർ പെരുന്തോട്ടമാണ്. പെരുന്തോട്ടത്തിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ സത്യം പറഞ്ഞ് ഇത് പറയുമ്പോൾ എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ യുവാക്കൾ, അതിൽ തന്നെ കത്തോലിക്കർ രാജ്യം വിട്ടു പോകുന്നുണ്ട്. എന്നുവെച്ചാൽ അവർ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട് രാജ്യം വിട്ടു പോകുന്നതല്ല, നമുക്കറിയാം. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് യാതൊരു ജോലി സാധ്യതയുമില്ല. വല്ല SFIയിലോ DYFIയിലൊക്കെ ചേർന്ന് ജാഥയ്ക്ക് പോയ ആൾക്കാർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ അതുപോലെ പ്രധാന വൈസ് ചാൻസലറായിട്ടൊക്കെ ജോലി കിട്ടും. സാധാരണ പഠിക്കുന്ന പിള്ളേർക്ക്, പ്രത്യേകിച്ച് കത്തോലിക്ക യുവാക്കൾക്ക്, അവർ സാമ്പത്തികമായിട്ട് അല്പം മുന്നോക്കം നിൽക്കുന്നവരാണ്. പോരാത്തതിന് സവർണ സമുദായക്കാരുമാണ് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സൂര്യാനി കത്തോലിക്കർക്ക് നായന്മാർക്കുമാണ് ജോലി കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം അവർ ജനറൽ കാറ്റഗറിയാണ്. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എന്താ ചെയ്യണേ? അവർ വല്ല UK കാനഡയിലേക്കോ അതുപോലെ ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ പോയി കളയും. ഇപ്പോൾ ഗൾഫിൽ പോകാൻ പോലും ആൾക്കാർക്ക് താല്പര്യമില്ല, പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് UK പോകുന്നു, കാനഡയിലേക്ക് പോകുന്നു, ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു, ന്യൂസിലൻഡിലേക്ക് പോകുന്നു. ഇനി അതല്ല, പെൺപിള്ളേരാണെങ്കിൽ പഠിച്ച് വല്ല ജർമ്മനിയിലേക്കോ ഓസ്ട്രിയയിലേക്കോ സ്വിറ്റ്സർലൻഡിലേക്കോ ഒക്കെ നേഴ്സുമാരായിട്ട് പോകും. ഈ നേഴ്സുമാരെ കല്യാണം കഴിച്ച് ബാക്കിയുള്ള ചെറുപ്പക്കാരും കൂടി പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ സിറോ മലബാർ സഭയിൽപ്പെട്ട ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറഞ്ഞു വെച്ചാൽ US കൂടുന്നുണ്ട്, അല്ലെങ്കിൽ കാനഡയിൽ കൂടുന്നുണ്ട്, UK കൂടുന്നുണ്ട്,
ഓസ്ട്രേലിയയിൽ ന്യൂസിലൻഡിൽ കൂടുന്നുണ്ട്. പക്ഷേ കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും പത്തനംതിട്ട ജില്ലയിലും ഒക്കെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ദുസ്ഥിതിക്ക് ഒരു പരിഹാരം കാണണം എന്ന് മാർ പെരുന്തോട്ടം പിതാവിന് തോന്നി. തിരുമനസ് എന്ത് ചെയ്തു? അതാണ് ഞാൻ പറയുന്നത്, തമാശ എന്ന് പറയുന്നത്. പുള്ളി 3 ദിവസത്തെ ഒരു ശില്പശാല സംഘടിപ്പിച്ചു എന്നാണ് അനിൽ ഇമ്മാനുവലിൻ്റെ ചാനൽ പറയും. ശില്പശാല എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഈ ചെറുപ്പക്കാർക്ക് കേരളത്തിൽ തന്നെ തൊഴിൽ സാധ്യതകൾ കണ്ടുപിടിക്കാനും അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ട തസ്തികകളിൽ അല്ലെങ്കിൽ ആ ബിസിനസ്സുകളിൽ അല്ലെങ്കിൽ ആ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിൽ ഈ ചെറുപ്പക്കാരെ പിടിച്ചു നിർത്താനുമാണ്. പിടിച്ചു നിർത്താൻ വെച്ചാൽ ശരിക്കും പിടിക്കണം, അല്ലെങ്കിൽ ചാടിപ്പോവും, അല്ലെങ്കിൽ അവർ കാനഡയിലേക്ക് പോയി കളയും, അല്ലെങ്കിൽ ഉഗാണ്ടയിലേക്ക് പോയി കളയും, അല്ലെങ്കിൽ കെനിയയിലേക്ക് പോയി കളയും. കേരളത്തിൽ നിൽക്കാൻ ഈ ചെറുപ്പക്കാർക്ക് ആർക്കും താല്പര്യമില്ല. അപ്പോൾ പെരുന്തോട്ടം തിരുമേനി എന്ത് വിചാരിച്ചു? ഇവിടെ തന്നെ നല്ല ഒരുപാട് അവസരങ്ങൾ കണ്ടുപിടിച്ചാൽ ഈ ചെറുപ്പക്കാർ ഇവിടെ തന്നെ നിൽക്കും, പിന്നെ ഇവരാരും പോവില്ല, അവരിവിടെ തന്നെ പിടിച്ചു നിർത്തും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ, സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, നമ്മുടെ KM മാണി സാറിൻ്റെ മകളുടെ ഭർത്താവ് MP ജോസഫ്, അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ കൂടി സഹകരണത്തോടുകൂടി 3 ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചു. അതുമാത്രമല്ല, കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അടുത്ത മീറ്റിങ്ങിൽ ഈ വിഷയം ചർച്ച ചെയ്യാനും പ്രായോഗികമായ പരിഹാരം കണ്ടുപിടിക്കാനും കൂടി തീരുമാനിച്ചു. സംഗതി ജോറായില്ലേ? ഈ തിരുമേനി കണ്ടുപിടിക്കുന്ന ജോലി ചെയ്യാൻ ആരെങ്കിലും പോകുമോ? അവിടുത്തെ വല്ല കുശിനിക്കാരനോ അല്ലെങ്കിൽ കപ്പിയാരുടെ മകനോ അങ്ങനെ ആരെങ്കിലും പോകും, അല്ലാണ്ട് ആരും പോവില്ല. ഈ ചെറുപ്പക്കാർ പഠിച്ച് പാസ്സായവരൊക്കെ തന്നെ ആദ്യത്തെ വേക്കൻസിയിൽ അവൻ ആദ്യത്തെ ചാൻസിൽ അവൻ സാന്റാ മോണിക്ക വഴി പോവുക, വേറെ വല്ല വഴിക്ക് പോകണമെന്ന് നോക്കാനുള്ളൂ. ഈ സാന്റാ മോണിക്ക നടത്തുന്ന ഒരു കത്തോലിക്കനാണ്. തിരുമേനിയുടെ പരിപാടി അനുസരിച്ച് എനിക്ക് സാന്റാ മോണിക്ക പൂട്ടേണ്ട വരും, ആരും പോകാതെയും. അപ്പോൾ ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. പെരുന്തോട്ടം തിരുമേനി ഏത് ലോകത്താണ്, സ്വപ്ന ലോകത്തിലാണ് ജീവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചെറുപ്പക്കാരെ ആരും ഇവിടെ പിടിച്ചെടുത്താൻ പറ്റില്ല. അത് പെരുന്തോട്ടമല്ല, അതിലും വലിയ തോട്ടായാലും ഒരു വിശേഷം ഉണ്ടാകാൻ പോകുന്നില്ല, അവർ പോകും. ഇനി മറ്റുള്ള തിരുമേനിമാരും കൂടി ഒത്തുപിടിക്കട്ടെ, പിടിച്ചു നോക്കട്ടെ എത്ര ആൾ നിർത്താൻ പറ്റും, എത്ര ആളിവിടെ ബാക്കി നിൽക്കും. ഇത് നേരത്തെ തിരുസഭ ഈ ജനസംഖ്യ കുറയുന്നതിൽ ആശങ്ക പൂണ്ടിട്ട് ഇതുപോലൊരു പരിഷ്കാരം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. കാത്തോലിക്ക കുടുംബങ്ങളിലൊക്കെ ഏറ്റവും കുറഞ്ഞത് 3 കുട്ടികളെങ്കിലും വേണം എന്നൊരു ഇടയലേഖനം പുറപ്പെടുവിച്ചു. 3, 4, 5, 6 എത്ര വേണമെങ്കിലാവാം. 4ാമത്തെ കുട്ടി മുതൽക്ക് അവരുടെ പ്രസവത്തിന് വേണ്ടി വരുന്ന ചിലവ് മുഴുവനും സഭ വക ആശുപത്രിയിൽ ഫ്രീ ആയിരിക്കും എന്ന് പ്രഖ്യാപിച്ചു. 5ാമത്തെ കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ സ്കൂളിലെ ഫീസും സഭയിൽ നിന്ന് കിട്ടും. 8ാമത്തെ കുട്ടിയാണെങ്കിൽ ബിഷപ്പ് നേരിട്ട് വന്ന് മാമോദിസം മുക്കും എന്നാണ് പറഞ്ഞത്. എത്ര പേരെ ബിഷപ്പ് മാമോദിസം മുക്കിയെന്ന് എനിക്കറിയില്ല. ഏതായാലും പദ്ധതി വിജയിച്ചില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കാരണം ഈ സ്ത്രീകൾ പ്രസവിക്കാൻ തയ്യാറല്ല. അച്ഛന്മാർക്കും മെത്രാന്മാർക്കും വെറുതെ ഇടയലേഖനം ഇറക്കിയാൽ മതി. പ്രസവിക്കുന്നവരുടെ ബുദ്ധിമുട്ട് അവർക്കറിയുള്ളൂ, അവരെ വളർത്തുന്നവരുടെ ബുദ്ധിമുട്ട് അവരുടെ തന്തതള്ളവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ച ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു കോമിക് വാല്യൂ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ക്ഷാമകാലത്ത്, പ്രകൃതിക്ഷോഭം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത്, ബംഗ്ലാദേശിൽ പട്ടാള വിപ്ലവം നടക്കുമ്പോൾ, അതല്ല ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ, പാലസ്തീനിൽ ബോംബുകൾ വന്ന് വീണുകൊണ്ടേയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുമ്പോൾ മനുഷ്യ ജീവിതം ആകെ ബോറാണുള്ളൂ. അപ്പോഴാണ് പെരുന്തോട്ടത്തെ പോലെയുള്ള ഈ ബഫൂടെന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ആ വിദൂഷകന്മാരുടെ രംഗപ്രവേശം. ഏതായാലും അഭിവന്ദ്യ തിരുമേനോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. കാരണം കാലത്തുകാരെ നമുക്കൊരു തമാശ പറഞ്ഞ് ചിരിക്കാൻ അവസരം തന്നെ. ഏതായാലും ദൈവം നമ്മോട് കൂടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.